ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് മസിൽ ക്രാമ്പിനെ കുറിച്ചിട്ടാണ്. ഒത്തിരി പേർക്ക് അറിയാം അല്ലേ, മസിൽ ക്രാമ്പ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നമുക്ക് പെട്ടെന്ന് മസിൽ ക്രാമ്പ് ആകുകയും നമുക്ക് അതിവേദനയായിട്ട് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്നും എണ്ണീക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ അല്ലേ. എന്തുകൊണ്ടാണ് ഈ മസിൽ ക്രാമ്പ് വരുന്നത്? ഒരു കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആയിരിക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ കുടിക്കാതിരുന്നാൽ ഇത് ഡീഹൈഡ്രേഷൻ ആവുകയും പിന്നീട് മസിൽ ക്രാമ്പ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തി എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 8 തൊട്ട് 12 ഗ്ലാസ് വെള്ളം വരെ ഒരു ദിവസം കുടിക്കണം. അതായത് 2 to 3 ലിറ്റേഴ്സ് വെള്ളം കുടിക്കണം. അങ്ങനെ കുടിക്കാതിരിക്കുന്ന വ്യക്തികളിൽ ഡീഹൈഡ്രേഷൻ വരികയും സ്വാഭാവികമായിട്ട് മസിൽ ക്രാമ്പ് ഉണ്ടാവുകയും ചെയ്യും. വേറൊരു റീസൺ ആണ് പൊട്ടാസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അളവ് നമുക്ക് നമ്മുടെ രക്തത്തിൽ കുറയുവാണെങ്കിൽ മസിൽ ക്രാംസ് ഉണ്ടാകാം. പിന്നെ ചില വ്യക്തികൾ ഒത്തിരി സമയം നിന്നുകൊണ്ടുള്ള ജോലി, അതുപോലെ കൂടുതൽ സമയം നടക്കുന്ന ജോലിയൊക്കെ ആണെങ്കിൽ മസിൽ ക്രാമ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എല്ലാ ദിവസവും മസിൽ ക്രാമ്പ് വരിക, അല്ലെങ്കിൽ അതിവേദന മസിൽ ക്രാമ്പ് വരുമ്പം വരിക, അങ്ങനെയുള്ള വ്യക്തികൾ ഇലക്ട്രോലൈറ്റ്സും വിറ്റാമിൻ ഡിയും ചെക്ക് ചെയ്യണം. അപ്പം വിറ്റാമിൻ ഡിയുടെ ഒക്കെ അളവ് കുറവുകയാണെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിക്കണം. വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് കാൽസ്യം കൂടെ ചേർത്ത് വേണം കഴിക്കാനായിട്ട്. ഞാൻ പറയുന്നത്, ഒരു വ്യക്തി 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അങ്ങനെയുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചാൽ ഈ മസിൽ ക്രാമ്പ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഫുഡ് കൊണ്ട് ആവശ്യമുള്ള ന്യൂട്രിയൻസോ ഒന്നും കിട്ടുന്നുണ്ടാകത്തില്ല. അപ്പം മൾട്ടി വിറ്റാമിൻ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും മസിൽ ക്രാമ്പ് അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പം ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. സൈനിങ് ഓഫ് ആൻസി ഷിബു.